നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് ഒരു ജാതകത്തിൽ ചിങ്ങൻ രാശി ലഗ്നമായി വന്നാലുള്ള ഫലത്തെ പറ്റിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. രാശിചക്രത്തിലെ 5ാമത്തെ രാശിയാണ് ചിങ്ങൻ രാശി. കാലപുരുഷൻ്റെ ആത്മാവിനെ സൂചിപ്പിക്കുന്ന ഈ രാശി മനോഹരമായ ഒരു രാശിയാണ്. ആഗ്നേയ രാശിയാണ്. പകൽ ബലമുള്ള രാശിയാണ്. സിംഹരാജൻ്റെ രൂപമാണ് ചിങ്ങൻ രാശിക്ക് കൽപ്പിച്ചിട്ടുള്ളത്. മകവും പൂരവും ഉത്രം കാൽഭാഗവും ചേർന്ന 2.25 നക്ഷത്രം ചേർന്നതാണ് ചിങ്ങൻ രാശി. ഹൃദയവിശാലതയും ആത്മപ്രഭാവവും ബുദ്ധിശക്തിയുമുള്ളവരാണ് ഈ ലഗ്നക്കാർ. മാന്യമായ ഉയരമുള്ള ശരീരപ്രകൃതമായിരിക്കും ഇവർക്ക്. ശരീരം ഉറപ്പുള്ളതും പുഷ്ടിയുള്ളതുമായിരിക്കും. കണ്ണുകൾ പിങ്കള നിറമായിരിക്കും. കൈകൾ നീളമുള്ളതും ബലമുള്ളതും ഉറപ്പുള്ള അസ്ഥിയോടുകൂടിയതും സാവധാനം നടക്കുന്നവരുമായിരിക്കും. ഗാംഭീര്യമുള്ള പ്രൗഢിയുള്ള മുഖഭാവമുള്ളവരായിരിക്കും. ഇവർ സ്വാതന്ത്ര്യപ്രേമികളായിരിക്കും. ഇവർക്ക് ആത്മാർത്ഥ സുഹൃത്തുക്കൾ കുറവായിരിക്കും. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരോട് കൂടുതൽ സഹകരിക്കുകയും അവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവരോട് ദൃഢമായ ബന്ധം പുലർത്തുകയും എതിരാളികളെ എന്ത് ത്യാഗവും സഹിച്ചുകൊണ്ട് തോൽപ്പിക്കുകയും പേരും പെരുമയും ഉണ്ടാകുന്നതിന് വേണ്ടി ചില അവസരങ്ങൾ കഠിനമായി പെരുമാറുകയും ചെയ്യുന്നവരായിരിക്കും. ഇവരുടെ വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടിയുള്ള ആസക്തി ഇവരിൽ കണ്ടുവരുന്നു. അറിവുകൾ നേടുന്ന കാര്യത്തിൽ ഇവർ ജാഗരൂകരാണ്. പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക അറിവുകൾ നേടിയെടുക്കുന്ന കാര്യത്തിൽ. രാജയോഗമുള്ള ലഗ്നം തന്നെയാണ് ചിങ്ങലഗ്നം. കഴിഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗം കണ്ടുപിടിച്ച് പരിഹരിക്കുന്നതിനുള്ള കഴിവ് ഭൂരിപക്ഷം ചിങ്ങലഗ്നക്കാർക്കും പ്രശംസ അർഹിക്കുന്നതാണ്. അസാമാന്യ ബുദ്ധിശക്തിയും ആലോചനാശക്തിയും ഏത് വിഷയത്തെപ്പറ്റിയും ചിന്തിച്ചു മനസ്സിലാക്കാനുള്ള ബുദ്ധിവൈഭവവും ഇവർക്ക് പ്രശംസനീയമാണ്. വളരെ നിരൂപണം നടത്താൻ കഴിവുള്ള ലഗ്നക്കാരാണ്. ഒരു സംഗതിയെപ്പറ്റി തീർച്ചപ്പെടുത്തിയ ശേഷം വിപരീതമായ ഒരഭിപ്രായം ആരെങ്കിലും ഉന്നയിച്ചാൽ അതിനെ അത്യന്തം എതിർക്കുകയും നിരസിക്കുകയും ചെയ്യുന്ന സ്വഭാവവുമുണ്ട്. പ്രത്യേകിച്ച് ശാസ്ത്ര വിഷയങ്ങളായ വൈദ്യശാസ്ത്രം, വ്യാകരണശാസ്ത്രം, നിയമശാസ്ത്രം, ജ്യോതിശാസ്ത്രം ഇത്തരം വിശാലമായ അറിവുകൾ ഈ ലഗ്നക്കാർക്കുണ്ട് എന്ന് തന്നെ പറയാം. കലകളിൽ അറിവുള്ളവരാണ്. എന്നിരുന്നാൽ പോലും മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള വൈമുഖ്യമുള്ള ലഗ്നക്കാരാണ് ചിങ്ങലഗ്നക്കാർ. സ്വസ്ഥമായ മനസ്ഥിതിയോടുകൂടി ഇവരെ കാണാൻ പ്രയാസമാണ്. ഏതു കാര്യത്തിലും സ്ഥിരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ഏത് കാര്യം ഏറ്റെടുത്താലും അത് നടത്തിക്കൊണ്ടു പോകാനുള്ള പ്രാപ്തിയുള്ളവരുമാണ്. മനോവിഷമം മാറാതെ ഇവരെ പറ്റിക്കപ്പെടുകയും മുൻകോപവും നിർബന്ധ ബുദ്ധിയുമുള്ളവരുമായിരിക്കും. ഇവരുടെ മനോവിഷമത്തിന് കാരണം അവരുടെ കോപശീലമാണ്. ഇവർ കോപിച്ചു വന്നാൽ ഒരു ശത്രുവിനെ സൃഷ്ടിക്കുക എന്നതായിരിക്കും. പ്രതികാര ബുദ്ധി ഇവരിൽ സ്ഥിരമായി നിലനിൽക്കില്ല എന്നുള്ളതാണ്. മനഃപൂർവ്വം മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന സ്വഭാവമില്ലെങ്കിലും അപ്രകാരം തോന്നിപ്പിക്കുന്ന പരിസ്ഥിതിയിൽ അവർ അകപ്പെടുമെന്നുള്ളതാണ്. അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് ത്യാഗവും ഇവർ അനുഭവിക്കുന്നവരാണ്. അഭിമാനത്തിന് വേണ്ടി പരവേശം കൊള്ളുന്നവരാണ്. വളരെയധികം ക്ലേശങ്ങൾ സഹിച്ച ശേഷം ഒരു സ്ഥിരമായ അവസ്ഥയിലെത്തിച്ചേരുമെന്നുള്ളതാണ്. ദാമ്പത്യ ജീവിതം ഇവർക്ക് പൂർണ്ണമായി തൃപ്തികരമായിരിക്കില്ല. വിവാഹശേഷം പ്രവൃത്തി മാർഗത്തിൽ കൂടുതലായി ശ്രദ്ധിക്കുമെന്നുള്ളതാണ്. ഇവർ മിക്കവാറും പ്രായം കവിഞ്ഞ ശേഷമായിരിക്കും വിവാഹം കഴിക്കാറുള്ളത്. നേരത്തെ വിവാഹം കഴിക്കുന്ന ചിങ്ങലഗ്നക്കാരുടെ ഭാര്യമാർ രോഗികളോ ആരോഗ്യക്കുറവോ ആയി കാണപ്പെടുന്നു. ഭാര്യയ്ക്ക് ആരോഗ്യവും ശരീരബലവുമുണ്ടെങ്കിൽ സ്വഭാവ വൈകല്യം മൂലം കുടുംബജീവിതം കുഴപ്പത്തിലാക്കാറുണ്ട്.
ചില ചിങ്ങലഗ്നക്കാരുടെ ഭാര്യാജീവിതം ചെറുപ്പകാലത്ത് തന്നെ അവസാനിക്കുന്നുവെന്നതാണ്. അനുഭവം വെച്ച് നോക്കിയാൽ കുടുംബജീവിതം ആയുഷ്കാലം ഇവർക്കുണ്ടാവുകയില്ല. കുടലകളായ സ്ത്രീകളെ ഇവർ കൂടുതലായി ഇഷ്ടപ്പെടുന്നവരാണ്. കുലസ്ത്രീയായ ഭാര്യയ്ക്ക് സ്വഭാവദൂഷ്യമുണ്ടെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുന്ന ലഗ്നക്കാരാണ് ഇവർ. ദാമ്പത്യ ജീവിതത്തിൻ്റെ പരാജയം സ്ത്രീയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവം ചിങ്ങലഗ്നക്കാർക്കുണ്ട്. പ്രവൃത്തികൾ പുരോഗമന രീതിയിൽ കൊണ്ടുപോകുന്നതിന് ഇവർ ശ്രദ്ധാലുക്കളാണ്. സ്വബുദ്ധിയെ ഉപയോഗിച്ച് കാര്യമായി പ്രവർത്തിക്കുന്ന ഇവർക്ക് ധൈര്യവും ആത്മവിശ്വാസവും ഉള്ളവരാണെന്ന് സാരം. ഉയർന്ന നിലയിലുള്ള ഇവരുടെ ഉപദേശം മാനിക്കപ്പെടും. സുപ്രസിദ്ധന്മാരായ ആളുകൾ നിശ്ചയിച്ചാൽ അവർക്ക് കീഴടങ്ങുമെന്നുള്ളതാണ്. ആത്മീയമായ കാര്യം ഉത്സാഹപൂർവം ഇവർ വീക്ഷിക്കുകയും അത് സ്ഥായിയായി നിലനിൽക്കുന്നതിന് ഇവരുടെ ചുറ്റുപാടുകൾ ഇവരെ അനുവദിക്കുകയില്ല എന്നുമാണ്. ചിങ്ങലഗ്നക്കാർക്ക് ശ്വാസസംബന്ധമായ അസുഖം, അർശസ് സംബന്ധമായ രോഗങ്ങൾ, ദന്തരോഗം, ഉദരരോഗം ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദേഹാധ്വാനമില്ലാത്ത ചിങ്ങലഗ്നക്കാർക്ക് പിത്തരോഗങ്ങൾ ബാധിക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പ്രവൃത്തിപരമായ ഉത്സാഹം കൊണ്ട് മാത്രം ഇവർക്ക് ജീവിത വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. മനോനിയന്ത്രണമില്ലാതെ ഇവർ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാറില്ല എന്ന് തന്നെയാണ്. ചിങ്ങലഗ്നത്തിലെ സ്ത്രീകൾ വ്യക്തിപരമായി ശ്രേഷ്ഠതയുള്ള ജാതകക്കാരായിരിക്കും. ചിങ്ങലഗ്നത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ പ്രത്യേക സ്വഭാവവും വ്യക്തിത്വത്തിൻ്റെ ഉടമയുമായിരിക്കും. പുരുഷന്മാരെക്കാൾ ഭരണശേഷിയുള്ളവരായിരിക്കും. പുത്രവാത്സല്യമുള്ളവരുമാണ്. മനോനിയന്ത്രണം ശീലിക്കുന്ന ചിങ്ങലഗ്നക്കാർക്ക് വിവാഹ ജീവിതത്തിൽ വിജയം കുറവായിരിക്കും. വിവാഹം തന്നെ കുറച്ച് പ്രായമായിട്ടായിരിക്കും നടക്കുകയുള്ളൂ. അർശസ് സംബന്ധമായ രോഗങ്ങളും ഉദരസംബന്ധമായ രോഗങ്ങൾ, ദന്തസംബന്ധമായ രോഗങ്ങൾ ഇവയൊക്കെ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. സർക്കാർ ജോലിയും സർക്കാർ സംബന്ധമായ രാജയോഗങ്ങളും ഈ ലഗ്നക്കാരുടെ പ്രത്യേകതകളാണ്. ഭാഗ്യം ചിട്ടി, വാഹനഭാഗ്യം, മാതൃഗുണം കൈവരിക്കുന്ന ലഗ്നക്കാരാണ് ചിങ്ങലഗ്നക്കാർ. ചൊവ്വ, വ്യാഴം എന്നീ ഗ്രഹങ്ങൾ 4, 9, 10 എന്നീ ഭാവങ്ങളിൽ നിൽക്കുകയോ അന്യോന്യം നോക്കുകയോ ചെയ്താൽ രാജയോഗ ഫലങ്ങൾ അനുഭവപ്പെടുന്ന ലഗ്നക്കാരാണ്. ഇവർ ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ഭർത്തൃസ്നേഹം പൂർണ്ണമായി നിലനിർത്താൻ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറുള്ളവരുമാണ്. വിവാഹ ജീവിതത്തിൽ വിഷമതകൾ കാണാറുണ്ട്. ഇവർ പുത്രവാത്സല്യം കൂടുതലുള്ളവരാണ്. സന്താനങ്ങൾ കുറവുള്ളവരുമായിരിക്കുമെന്നുള്ളതാണ്. സൂര്യൻ ചൊവ്വയോടോ ബുധനോടോ ചേർന്ന് നിൽക്കുന്ന ലഗ്നക്കാർക്ക് 2, 5 എന്നീ ഭാവങ്ങളിൽ നിന്നാൽ ശുഭഫലങ്ങൾ അനുഭവിക്കും. സൂര്യൻ ധനസ്ഥാനത്തും ധനാധിപനായ ബുധൻ ലഗ്നത്തിൽ നിൽക്കുന്നതും ഗുണകരമാണ്. ഭാഗ്യാധിപനായ ചൊവ്വ സ്വക്ഷേത്രമായ വൃശ്ചികത്തിലോ മേടത്തിലോ നിൽക്കുന്നത് ഭാഗ്യയോഗമാണ്. വ്യാഴം ധനുവിൽ നിൽക്കുന്നത് ശുഭഫലമാണ്. ശനിയും ശുക്രനും മിഥുനത്തിൽ നിൽക്കുന്നത് ശുഭയോഗഫലം ചെയ്യും. സൂര്യനും ചൊവ്വയും ഇടവത്തിൽ നിൽക്കുന്നത് പ്രവൃത്തിപരമായ ഉയർച്ചയെ കാണിക്കുന്നതാണ്. ശനിയുടെ കുംഭത്തിലെ സ്ഥിതി ശുഭമാണ്. തുലാത്തിലും ഇടവത്തിലും ശുക്രൻ തനിയെ നിൽക്കുന്നത് രാജയോഗമാണ്. ചന്ദ്രൻ ഇടവത്തിലോ കർക്കിടകത്തിലോ നിൽക്കുമ്പോൾ വെളുത്ത പക്ഷമാണെങ്കിൽ ശനിയും ചൊവ്വയും കർക്കിടകത്തിൽ നിന്നാലും ശുഭഫലങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ്. വ്യാഴവും സൂര്യനും ചന്ദ്രനോട് ചേർന്ന് ചിങ്ങം, വൃശ്ചികം, കുംഭം, ഇടവം എന്നീ രാശികളിൽ നിൽക്കുന്നത് ഉത്തമമാണ്. രാഹു ഇടവത്തിലോ ചിങ്ങത്തിലോ നിൽക്കുന്നത് ഗുണഫലപ്രദമാണ്. ഈ രാശിക്ക് യോഗകാരകനായ ഗൃഹം ചൊവ്വയാണ്. 5, 8 ഭാവങ്ങളുടെ ആധിപത്യം വ്യാഴത്തിനുള്ള അത് സമ്മിശ്ര ഫലത്തെ പ്രദാനം ചെയ്യുമെന്നുള്ളതാണ്. വ്യാഴവും ചൊവ്വയും 3, 6, 8, 12 എന്നീ ഭാവങ്ങളൊഴിച്ച് എവിടെ ഒരുമിച്ച് നിന്നാലും ഗുണകരമാണ്. പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ ദൈവാധീനക്കുറവുള്ള രാശികളാണ് 3, 6, 8, 12 എന്നീ രാശികൾ.
ചൊവ്വയ്ക്ക് ബലഹീനതയും അനിഷ്ടസ്ഥിതിയും ചിങ്ങലഗ്നത്തിന് നല്ലതല്ല. ചൊവ്വ ബലവാനായി ഏത് ഭാവത്തെ നോക്കുന്നുവോ അതിനനുസൃതമായി ഫലം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ചൊവ്വയും ശുക്രനും ഒരുമിച്ച് നിൽക്കുന്നത് നല്ലതല്ല. ശനിയും ചിങ്ങലഗ്നത്തിന് ഗുണപ്രദനാണ്. ബുധൻ സമ്മിശ്ര ഫലമേ ചെയ്യുകയുള്ളൂ. ചൊവ്വ, സൂര്യൻ, വ്യാഴം എന്നീ ഗ്രഹങ്ങളും യോഗമുള്ള ബുധൻ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നതും യോഗഫലദായകരാണ്. യോഗമുള്ള ബുധൻ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് യോഗഫലദായകമാണ്. ചന്ദ്രൻ്റെ 12ാം ഭാവാധിപത്യം ചിങ്ങലഗ്നക്കാർക്ക് നല്ലതല്ല. സൂര്യ-ഗുരുബന്ധം വരുമ്പോൾ ധനലാഭാധിപത്യത്തിന് ശ്രേഷ്ഠത കാണിക്കുകയും ബുധനും ശുക്രനും 2-ലോ 7-ലോ നിന്നാൽ മാരകയോഗഫലം കൂടിയാണ്. ഇഷ്ടസ്ഥാനസ്ഥിതിയോടുകൂടി ലഗ്നാധിപനായ സൂര്യൻ ചിങ്ങലഗ്നത്തിന് സകല ശ്രേയസ്സും പ്രദാനം ചെയ്യുകയും തുലാം, വൃശ്ചികം, ധനു, മേടം എന്നീ രാശിയിൽ കൂറോ ലഗ്നമോ ഉള്ള ആളുകൾ എല്ലാവിധത്തിലും നല്ലതാണ്. ഞായർ, ചൊവ്വ, വ്യാഴം എന്നീ ആഴ്ചകൾ ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന പണമിടപാടുകളും സ്ഥാനമാനങ്ങൾക്കൊക്കെ ലഭിക്കപ്പെടുന്ന ദിവസങ്ങൾ തന്നെയാണ്. പുരുഷ ലഗ്നത്തിൻ്റെയും സ്ത്രീ ലഗ്നത്തിൻ്റെയും രാശിഫലങ്ങളും പ്രത്യേകതകളുമാണ് ഇവിടെ പറഞ്ഞത്. ഈ ലഗ്നക്കാർ ചെയ്യേണ്ട പൂർണ്ണമായ ജീവിത വിജയത്തിനു വേണ്ടി ആദിത്യഭജനവും ശിവക്ഷേത്ര ദർശനവും നടത്തുക. പത്നി സമേതനായ ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ്. മുരുകന് കുമാരസൂക്താർച്ചന നടത്തുന്നതും നാരങ്ങാമാല സമർപ്പണവും ഉദ്ദിഷ്ട കാര്യലബ്ധിക്ക് നല്ലതാണ്. ചിങ്ങലഗ്നക്കാർ മാണിക്യം, പവിഴം എന്നീ രത്നങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. വർഷത്തിലൊരിക്കൽ മഹാലക്ഷ്മി പൂജ നടത്തുന്നതും നല്ലതാണ്. നവഗ്രഹ ഹോമം നടത്തുന്നതും ഉത്തമമാണ്. ചുവപ്പ് നിറം ഉപയോഗിക്കുന്നത് ചിങ്ങലഗ്നക്കാർക്ക് നല്ലതാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരുമായി ചിങ്ങലഗ്നക്കാർ സാമ്പത്തിക ഇടപാടുകൾ നടത്താതിരിക്കുക. ഈ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾക്കും അത്ര ഗുണകരമല്ല. ചിങ്ങലഗ്നക്കാരുടെ പൊതുവായ ചില ഫലങ്ങളും അവർക്ക് അനുഷ്ഠിക്കേണ്ട ചില പരിഹാര കർമ്മങ്ങളെപ്പറ്റിയുമാണ് ഇവിടെ പറഞ്ഞത്. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.